മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. ഇപ്പൊ വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ ഒരു റീ റിലീസുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കാനായിട്ട് രമേശ് ചേട്ടന് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനി റീ റിലീസ് ഇനി വരണം എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇതൊന്നും അത് കലക്കി. അപ്പൊ യുദ്ധം തുടങ്ങാൻ പോവാ. അതെ, യുദ്ധം തുടങ്ങാൻ പോവാ. ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും. രണ്ടല്ല, ഇനി ഇവിടെ നിന്നാ കൂടുതൽ കിട്ടും. ബ്രദേഴ്സ്, അറ്റ്മോസ്ഫിയർ ശരിയല്ല. എനിക്ക് കാണുന്നുണ്ട്. ഇതിലും മേലെ തെങ്ങുമാര് കൈവിട്ട് പനാമറടിച്ച് തീവണ്ടിക്ക് തല വെക്കണോ? ഇതിൽ എനിക്കൊരു പങ്കുമില്ലാട്ടോ. ഞാൻ ഇങ്ങനെ ഒരു കർത്താവേ, അവന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. നല്ല പ്രൊമോഷൻ കിട്ടിയില്ലേ? പടത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. അതാണ് പാർവതി ഇപ്പൊ പെട്ടത് നല്ല പ്രൊമോഷൻ ആട്ടി ക്ലൈമാക്സ് നേരത്തെ പാർവതി അങ്ങനെ സിനിമയെ കേട്ടിട്ടില്ല. പലരും കേട്ടിട്ടില്ല എന്ന് പറയുന്നു. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. ഇതിനെ സംബന്ധിച്ച് ഈ ഒരു പടം ഓർത്താൽ മതി. എനിക്ക് 10-60 അത് കഴിഞ്ഞിട്ട് പിന്നാലും വിളിച്ചിട്ടില്ല. അതിനുശേഷം കുറെ പേരെ വിളിച്ചു. ഇഷ്ടം പോലെ എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ ബൈ.